കുവൈറ്റിൽ പുതിയ അമീർ അധികാരത്തിൽ. ബഹ്റൈനിൽ ഫോർമുല 1 കാറോട്ടം മുതൽ മനാമ ഡയലോഗ് വരെയുള്ള ഉച്ചകോടികളുടെയും സമ്മേളനങ്ങളുടെയും കാലം. ഇരു രാജ്യങ്ങളും ബഹ്റൈനും കുവൈറ്റും പുതിയ ചരിത്രമാണ് 2023 രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് അസാധുവാക്കുക, 2020 പാർലമെന്റിനെ പുനഃസ്ഥാപിക്കുക. ഗൾഫിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളും കോലാഹലങ്ങളും നടക്കുന്ന കുവൈറ്റ് പാർലമെന്റ് 2023 ഇത് ആവർത്തിച്ചു. 2022 പാർലമെന്റിനെ പിരിച്ചുവിട്ട് 23 ജൂണിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി. 3 വർഷത്തിനുള്ളിൽ 3 തെരഞ്ഞെടുപ്പ് നടന്ന ഗൾഫ് രാജ്യമാണ് കുവൈറ്റ്. രാജ്യത്തിന്റെ 17ാമത് അമീറായി ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ സബ ഡിസംബറിൽ ചുമതലയേറ്റു. അർദ്ധ സഹോദരൻ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബായുടെ വിയോഗത്തെ തുടർന്നാണ് ഷെയ്ഖ് മിഷൽ രാജ്യത്തിന്റെ അമീറായത്. 2021 മുതൽ അമീറിന്റെ ചുമതലകൾ നിറവേറ്റിയിരുന്ന 83-കാരനായ ഷെയ്ഖ് മിഷൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കിരീടാവകാശിയായിരുന്നു. അടുത്ത വർഷം മുതൽ പ്രവാസികൾക്ക് ഫാമിലി വിസ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കുവൈറ്റ്. വായ്പകൾ തിരിച്ചടയ്ക്കാതെ പുതിയ റെസിഡൻസ് വിസ നൽകില്ലെന്ന തീരുമാനവും കുവൈറ്റിൽ നിലവിൽ വന്നു. പുതിയ കിരീടാവകാശിയെ കാത്തിരിക്കുകയാണ് രാജ്യം. وأذود عن حريات الشعب ومصالحه وأمواله وأصون استقلال الوطن وسلامة أراضيه. ഫോർമുല 1 കാറോട്ട മത്സരവും ജ്വല്ലറി അറേബ്യ മനാമ ഡയലോഗ് ഉച്ചകോടി തുടങ്ങി പ്രാദേശികവും അന്തർദേശീയവുമായ പരിപാടികളാൽ സമ്പന്നമായിരുന്നു 2023 ബഹ്റൈൻ. ഇന്ത്യൻ ഇവന്റുകളിൽ 2023 ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയത് ഇന്റർനാഷണൽ പീസ് ഫെസ്റ്റിവൽ ഓഫ് ബാലാജി. ഏകദേശം 22,000-ഓളം അന്താരാഷ്ട്ര സന്ദർശകരാണ് ആഘോഷത്തിന് എത്തിയത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ജ്വല്ലറി വാച്ച് പ്രദർശനമായ ജ്വല്ലറി അറേബ്യ നവംബറിൽ ബഹ്റൈനിലേക്ക് സന്ദർശകരെ ആകർഷിച്ചു. 30 രാജ്യങ്ങളിൽ നിന്നുമുള്ള 650ഓളം പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകളാണ് പ്രദർശനത്തിന് എത്തിയത്. ഊദ്, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവ അണിനിരത്തിയുള്ള സെന്റ് അറേബ്യ പ്രദർശനവും സന്ദർശകരെ ആകർഷിച്ചു. തൊഴിൽ വിപണിയിലെ ഉണർവ് ബഹ്റൈനിലെ പ്രവാസികൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. 2024 രാജ്യത്ത് പുതിയ പദ്ധതികൾ എത്തുന്നതോടെ തൊഴിൽ വിപണി കൂടുതൽ സജീവമാകും. ബഹ്റൈനിൽ ഏവരും ഈ പുതുവർഷത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വലിയ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ബഹ്റൈനിലെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം ഈ രാജ്യത്തെ ഏറെ മുന്നിലേക്ക് എത്തിക്കുന്നു. ബഹ്റൈനിൽ 2024 ഒരു പ്രതീക്ഷ ഒരുപാട് ജോലി സാധ്യതകൾ പ്രതീക്ഷയുണ്ട്. ആഫ്റ്റർ കോവിഡ് 2 വർഷം കുറച്ച് ബിസിനസ്സൊക്കെ ഡൗൺ ആയിരുന്നു. 2024 ഒരു വലിയൊരു കുതിപ്പ് വരാൻ സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന സുരക്ഷാ പ്രതിരോധ ഉച്ചകോടിയായ മനാമ ഡയലോഗിന്റെ 19ാമത് പതിപ്പിനാണ് ബഹ്റൈൻ വേദിയായത്. പ്രാദേശികവും രാജ്യാന്തരവുമായ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ചർച്ച. അയൺമാൻ മിഡിൽ ഈസ്റ്റേൺ ചാമ്പ്യൻഷിപ്പിന്റെ 7ാം പതിപ്പിൽ 88 രാജ്യങ്ങളിൽ നിന്നായി 1600-ലധികം അത്ലറ്റുകൾ ബഹ്റൈനിലെത്തി. കുട്ടികൾക്കായുള്ള മത്സരവും പൊതുജനങ്ങൾക്കായുള്ള എക്സ്പോയും പോയ വർഷം ആകർഷകമായി. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഉപഭോക്തൃമേളയായ ഓട്ടം ഫെയർ സന്ദർശകരെ കൊണ്ട് ശ്രദ്ധ നേടി. 18,000 ചതുരശ്ര മീറ്ററിലാണ് മേള ഒരുക്കിയത്. നയതന്ത്രം, വ്യാപാരം, സുരക്ഷ തുടങ്ങിയ മേഖലകളിലെല്ലാം 2023 ബഹ്റൈന് ചരിത്രത്തിൽ ഇടം നൽകിയ വർഷമാണ്. 2023 വിട. 2024 വേണ്ടി ഗൾഫ് കാത്തിരിക്കുന്നു. വീണ്ടും കാണാം അറേബ്യൻ സ്റ്റോറീസുമായി. നമസ്കാരം.